ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സേനൻ രൂപയോട് പറയാണ്, നമുക്ക് കിട്ടിയ മക്കളാണെങ്കിൽ നല്ല മക്കളാണെന്നൊക്കെ, അതുപോലെ നമുക്ക് നല്ലൊരു മരുമകളെയും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുവേണ്ടി ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടിയാണ് മുരുകനെ കാണേണ്ടതെന്നൊക്കെ പറയാണ്. രൂപയാണെങ്കിൽ സേനനോട് പള്ളിയിലും പോകണമെന്ന് പറഞ്ഞിട്ട് പള്ളിയിലും രണ്ടുപേരും പോകുന്നു. രണ്ടുപേരും പ്രാർത്ഥിച്ച് വെളിയിൽ വന്നതിന് ശേഷം സേനൻ പറയാണ്, ഞാൻ ഒരുപാട് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ആരുമില്ലാതിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം കിട്ടിയെന്നൊക്കെ പറയുന്നു. രൂപയപ്പോൾ പറയുന്നുണ്ട്, ഇനിയുള്ള കാലം ഒരുപാട് സ്നേഹം തന്ന് ജീവിക്കുമെന്നൊക്കെ. എല്ലാരുമാണെങ്കിൽ ഒരേ കോമ്പൗണ്ടിൽ ജീവിക്കണമെന്നാണ് കല്യാണി മോള് പറയുന്നത്. അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണം. അതുമാത്രമല്ല, എന്റെ സ്വത്തുക്കളെല്ലാം കല്യാണി മോൾക്ക് കൊടുക്കണമെന്നും പറയുന്നു. സേനൻ അപ്പോൾ പറയാണ്, അതൊക്കെ നല്ല തീരുമാനമാണെന്ന്. അതേസമയം രാഹുലും ഫാമിലിയുമാണെങ്കിൽ മുരുകന്റെ അമ്പലത്തിൽ വന്ന് തൊഴുകയാണ്. കാര്യമാണെങ്കിൽ മനോഹറിനോട് പറയുന്നു, ഞാൻ അമ്പലത്തിലാണെങ്കിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, മോനെ കൊണ്ട് കാവടി എടുപ്പിക്കാമെന്ന്, സന്താന ഭാഗ്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. മനോഹർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ അത് ചെയ്യണോ എന്ന്. രാഹുൽ അപ്പോൾ പറയാണ്, ചെയ്യണമെന്ന്, ഞാനും നേർച്ച നേർന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. രാഹുൽ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ മുരുകനോട് പ്രാർത്ഥിച്ചത് നിന്നെ കൊണ്ട് കാവടി എടുപ്പിക്കാം, എങ്ങനെയെങ്കിലും നിന്നെ ഇവിടെ നിന്നും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ നീ മരിച്ചു പോകണമെന്നൊക്കെയാണെന്ന്. മനോഹർ ഉടനെ തന്നെ പറയാണ്, ഞാൻ അച്ഛനു വേണ്ടിയും കാവടിയാണെങ്കിൽ അച്ഛനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അത് മാറാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. ശാരി അപ്പോൾ പറയാണ്, അത് നല്ല കാര്യമാണ്, ഞാനും ആലോചിച്ചതാണെന്നൊക്കെ പറയുന്നു. എല്ലാവരും പൂജാരിയെ കാണുന്നു. പൂജാരിയോടാണെങ്കിൽ കാവടി എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നു. പൂജാരി അപ്പോൾ പറയുന്നുണ്ട്, കാവടി എടുത്ത് തുള്ളിക്കൊണ്ട് 3 വലം ചുറ്റണമെന്നൊക്കെ. മനോഹർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, 3 വലം ചുറ്റണമെന്നൊക്കെ പറയാണ്. രാഹുലും മനോഹരുമാണെങ്കിൽ കാവടി എടുത്ത് തുള്ളിക്കൊണ്ട് വലം വയ്ക്കുകയാണ്. അതേ സമയത്ത് തന്നെ അമ്പലത്തിലേക്ക് രൂപയും സേനനും വരുന്നു. രൂപയും സേനനും ആണെങ്കിൽ രാഹുലിനെയും ഫാമിലിയും കാണുന്നുണ്ട്. സേനനാണെങ്കിൽ രൂപയോട് പറയുന്നു, നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടാൽ പ്രശ്നമാകുമെന്ന്, അതുകൊണ്ട് സേനൻ ഇവിടെ നിന്ന് മാറുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. രൂപയെ അമ്പലത്തിൽ വെച്ചാണെങ്കിൽ മനോഹർ കാണുന്നു. മനോഹർ ചോദിക്കുകയാണ്, ആന്റി ഇങ്ങോട്ട് വന്നോ എന്ന്. മനോഹർ ആണെങ്കിൽ എല്ലാരോടും പറയുന്നു, ആന്റിയും ഇവിടെ ഉണ്ടെന്ന്. രൂപ അപ്പോൾ എല്ലാരോടുമായിട്ട് പറയുന്നു, രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു, ഈ അമ്പലത്തിലേക്ക് വരണമെന്ന്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയാണ്. രാഹുൽ പറയാണ്, രൂപ ഇവിടേക്ക് വരാൻ കാരണം നമ്മളെല്ലാവരും തമ്മിലുള്ള മനപ്പൊരുത്തമാണെന്നും ദൈവമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുത്തിയതെന്നൊക്കെ പറയുന്നു. രാഹുലും ഫാമിലിയും ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. രൂപയും അവിടെ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ രാഹുൽ പറയുന്നു. രൂപ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു പോയേക്കാം, പ്രോപ്പർട്ടികളൊക്കെ നോക്കാനും വിളിക്കാനും ഒക്കെ ആൾക്കാർ വരും, അതുകൊണ്ട് തിരിച്ചു പോയേക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷെ രാഹുലും സരയും സമ്മതിക്കുന്നില്ല. രൂപയോട് പറയാണ്, ഇവിടെ വരെ വന്നിട്ട് താമസിക്കുന്ന സ്ഥലത്ത് വരെ വരാതെ പോകുന്നത് ശരിയാവത്തില്ല, എന്തായാലും വന്നേ പറ്റൂന്ന് പറഞ്ഞിട്ട് രൂപയും കാറിൽ കയറ്റി കൂട്ടിയിട്ട് പോകുന്നു. രൂപയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നുണ്ട്. രൂപയാണെങ്കിൽ സേനനെ കുറിച്ച് ചിന്തിക്കുകയാണ്, അദ്ദേഹം എവിടെയായിരിക്കുമെന്നൊക്കെ ഓർത്തിട്ട്. രൂപ രാഹുലിന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിലാണെങ്കിൽ സേനന്റെ കാർ കാണുന്നു. സേനനെ കാണുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്